ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കുറേ കമൻസ് ആണ് ഇപ്പം ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ കമൻസ് എന്ന് വെച്ചാൽ കുറേ കമൻസ് അതിനകത്ത് പറയുന്നതെന്നൊക്കെ വെച്ചാൽ ഒരു പൊതുവേദിയിൽ ഇങ്ങനെ വീട്ടിലപ്പോൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഇതുപോലെ പല ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് കുറേ അവന്മാരുണ്ട്. ഒരു അരിയും അറിയാതെ കടന്നിട്ട് സംസാരിക്കുന്ന കുറേ ആൾക്കാർ. എടാ, ഇങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എത്രമാത്രമാണ് അമ്മയെ സ്നേഹിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം. പിന്നെ കുഞ്ഞിലെ മുതൽ അദ്ദേഹം അവരുടെ വീട്ടിലായിരുന്നു. ഡാൻസ് പഠിപ്പിക്കാനാണെങ്കിലും ഡാൻസ് പഠിപ്പിക്കുന്നതല്ല, ഈ പറയുന്ന താര കല്യാണിയായിരുന്നു അദ്ദേഹത്തിനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു വീട്ടിൽ അംഗത്തെ പോലായിരുന്നു, സ്വന്തം അമ്മയെ പോലെ. ഇതൊന്നും അറിയാതെ വന്നിട്ട് എന്തിനാണ് നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് കമൻറ്റ് ഇടുന്നത്, എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വരുമാനം കിട്ടിയതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം. ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും സൗഭാഗ്യയുടെ അടുത്ത് ഈ പറയുന്ന അർജുൻ അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, ഇവർ രണ്ടിനോടും കൊണ്ട് ഒരാളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഈ വൈഫിൻ്റെ ഈ ചില സൈഡ് ഭാഗങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ തനിക്ക് എന്താ തോന്നുന്നത് ചോദിച്ചപ്പോൾ പുള്ളി ഒരു തമാശയായിട്ടുള്ള രീതി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അത് ഞാൻ കേട്ടപ്പോൾ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, എനിക്ക് കാണണമെങ്കിൽ ഈ വീട്ടിൽ കണ്ടാൽ പോരെ. അവരൊക്കെ ആ ഒരു സെൻസി മാത്രമേ എടുക്കത്തുള്ളൂ. ഇതിപ്പം ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ അമ്മയുടെയൊക്കെ ഞാൻ ഇങ്ങനെ കവളത്ത് കടിക്കും, മീൻസ് കയ്യെ കടിക്കും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞമ്മമാർ, അതങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെയാണ്, പറഞ്ഞു മനസ്സിലായോ? ഇതൊന്നും അരിയും മണിയും ഒന്നും അറിയാതെ ഞാൻ എന്താ പറയാനാ, ഇതൊന്നും തിരിയാതെ കുറേ അവന്മാർ വന്നിട്ട് കുറേ തോന്നിവാസ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളും ഒക്കെ സുരക്ഷിതയാണെന്ന് എന്താ ഉറപ്പ്? നിന്നെ പോലുള്ളവന്മാർ ഈ ചിന്തകളും ഈ പോലത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എടാ, ആദ്യമൊക്കെ നീയൊക്കെ സ്വയം ചിന്തിക്കാൻ പഠിക്കുക. അല്ലാതെ രാവിലെ ഇറങ്ങി പോയി വല്ല അടിച്ച് കയറ്റി മൂക്കറ്റം കയറ്റിയിട്ട് വന്നിട്ട് കൊണയടിക്കുന്ന ഭാര്യയുടെ നെഞ്ചത്ത് ചവിട്ടുന്നേക്കുള്ള പരിപാടിയല്ല. ഓക്കെ, ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇത് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ വെറുതെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓരോ തോന്നിവാസങ്ങളൊക്കെ പറയുമ്പോഴേ എൻ്റെ പൊന്ന്, നിനക്കൊക്കെ എന്താണ് പ്രാന്താണോ? അതും ആ ഒരു വീഡിയോ കണ്ട് 5.1 മില്യൺ വ്യൂ കയറി. ഫേസ്ബുക്കിലെ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഫേസ്ബുക്കിൽ അതിനകത്ത് വരുന്ന തോന്നിവാസ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഓർക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ദേഷ്യവും സങ്കടമൊക്കെ കയറി വരുന്നത്. പിന്നെ വേറൊരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ വെച്ച് തരാം. വസുദേവ കൃഷ്ണനായി അവതരിച്ചു ഓക്കെ, എന്താ പറയാ, ഈ അമ്മയ്ക്ക് കൊടുത്ത ഈ താരാ കല്യാണിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു മോളും ആ ഒരു മരുമകനും. ഈ എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ അവരുടെ പാരമ്പര്യം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ ആ മുത്തശ്ശിയാണെങ്കിലും താര കല്യാണമാണെങ്കിലും ഈ പറയുന്ന മകളാണെങ്കിലും എല്ലാം അറിയാമല്ലോ. അത്യാവശ്യം സിനിമയിലൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ അർജുനെ പോലെ ഒരു മരുമകനാണ്. കാരണം അവർ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിനും. ഇതുപോലെ വന്ന് തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും കമൻറ്റ് ഇടുന്നതും കുറേ ക്രിമി. കാരണം ഈ ചിന്താഗതി ഉള്ളവന്മാരായിരിക്കണമല്ലോ ഈ കമൻറ്റ് ഇടുന്നത്. വീട്ടിലെ അമ്മയും അല്ലെങ്കിൽ പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരായിരിക്കുമല്ലോ ഈ തോന്നിവാസം കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. കമൻറ്റ് ഇട്ട് അവൻ്റെ പേര് അബ്ദുൾ, ഇത് സൂക്കിയുടെ വേറെയാണെന്നുള്ള രീതിയിൽ അതിൽ തന്നെ 278 ലൈക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സൂക്കിയുടെ വേറെയാണെന്ന് പറയുമ്പോൾ അതിനകത്ത് വന്ന കമൻറ്റാണ്. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഒരിക്കലും അമ്മായിയമ്മയും മരുമക്കളും ഇങ്ങനെ ആകില്ല, പ്രത്യേകിച്ച് ആൺമക്കൾ കഷ്ടം എന്നുള്ള രീതിയിൽ. അതെന്താ അങ്ങനെ? എല്ലാവരും ഒരു വിചാരമുണ്ട്, പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന് ശ്രീധരവും മേടിച്ച് വീട്ടിലിങ്ങനെ ഒരു മൂലക്കിരിക്കുക, അവിടെ പോയി വിരുന്നും കഴിച്ച് പിന്നെ ഒരു സമയമൊക്കെ ആകുമ്പോൾ ആട്ടും തുപ്പൊക്കെ കൊടുക്കുക. അങ്ങനെയാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? നമ്മുടെ വീട്ടിലോട്ടൊരു പെണ്ണ് വിശ്വസിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പം നമ്മുടെ അച്ഛനമ്മയുടെ പോലുള്ള ഉത്തരവാദിത്തങ്ങൾ അവിടെയും വേണം. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, അതങ്ങനെയാ വേണ്ടത്. സത്യം പറഞ്ഞാലോ അങ്ങനെയാ ചെയ്യേണ്ടത്. അവരുടെ മകളെയാണല്ലോ നമ്മുടെ വീട്ടിൽ കെട്ടിച്ചുകൊണ്ട് വരുന്നത്, ആണോ? ആണ്. അപ്പം നമുക്കും ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് നമ്മുടെ സ്വന്തമാണെങ്കിൽ അവർ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാനങ്ങനെയൊക്കെയാണ്. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, കഴിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പൊതുവേദിയിൽ ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ അജീഷ് ദാമോദരൻ എന്ന് പറയുന്നൊരു ആളിട്ട കമൻറ്റാണ്. ഓക്കെ, നീ ആദ്യം ചെന്ന് ദാമോദരനോട് ചോദിച്ചു നോക്ക് നിന്നെ ഏത് രീതിയിലാണ്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ നല്ല നല്ല കമൻസ് ഉണ്ട് കേട്ടോ. ഭാഗ്യം ചെയ്ത അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു റഹീമേട്ടൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അത്ര നല്ലതായി തോന്നുന്നില്ല, നാളെ കൂടെ കിടക്കുമ്പോഴും പറയണം. ബാക്കി ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ അത് 3.6K.
ലൈക്ക് ഇപ്പോൾ ഓരോരോ മനുഷ്യരുടെ ഓരോരോ ചിന്താഗതികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നീയൊക്കെ പോയി ആദ്യം നിൻ്റെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കാൻ നോക്കുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമായിട്ട് ചെയ്തിട്ട് നാട്ടിലെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതുപോലുള്ള കമൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം കുറേ ആൾക്കാർ വരും, ഡാനി ഒരു കുടുംബത്തിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കും. രേണുസുതിയെ അയ്യോ അത് വേറെ ഇത് വേറെ, അയ്യോ അത് എനിക്ക് മാത്രം അറിയാവുന്ന, അതിലും അറിയാവുന്നേ, പിന്നെ എൻ്റെ 2-3 അവർക്ക് മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു കേസ് കേട്ടുള്ള എത്ര ഇത് വന്നാലും വെളുപ്പിക്കത്തില്ല. പിന്നെ ഷോയ്ക്കകത്ത് നല്ലത് കണ്ടാൽ പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതുപോലൊരു മകനെ കിട്ടിയത് ഏറ്റവും ഭാഗ്യം തന്നെയാണ്. ഇതിന് വളച്ചൊടിക്കും തോന്നിവാസം കമ്പനി ഇടുന്നവന്മാരൊക്കെ നീയൊക്കെ സ്വയം ഒന്ന് നിന്നെയൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൊടുക്കുക. ബൈ, ലവ് യു ഓൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ.